കുറേ നാൾക്ക് ശേഷം നമുക്ക് ഒരു യാത്ര പോയാലോ? വേറെ എങ്ങോട്ടും അല്ല, ഇറ്റലിയിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ക്രിസ്മസ് സമയത്താണ് കേട്ടോ നമ്മൾ ഇറ്റലിയിൽ പോയത്. ഏകദേശം ഒരു മാസത്തെ ഒരു ഡിലേ വന്നിട്ടുണ്ട്. അതിന് ഞാൻ ആദ്യം ക്ഷമ ചോദിക്കുവാണ്. നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് അടുത്തുള്ള ട്രാം പിടിക്കുന്നു, പിന്നെ എയർപോർട്ടിലേക്ക് പോകാനുള്ള വേറൊരു ട്രെയിൻ പിടിക്കുന്നു, എയർപോർട്ടിലെത്തുന്നു, എല്ലാം ചെക്ക് ഇൻ ചെയ്യുന്നു. നമ്മൾ പറക്കുകയാണ്. താഴെ ഉള്ള ബ്യൂട്ടിഫുൾ ഒരു ജർമ്മനി വ്യൂ ആണ് കേട്ടോ ഇത്. മുകളിൽ പോയപ്പോൾ ഭയങ്കര ലൈറ്റും ഭയങ്കര സംഭവമൊക്കെ ആയിരുന്നു. എന്തായാലും നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നീട് നമ്മൾ ഇറ്റലിയിലെത്തി. ഇറ്റലി വന്നുടനെ കണ്ട ഒരു കോമഡി ഒരു ടൈറ്റിൽ എന്ന് പറയുന്ന ഈറ്റലി എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു ഫുഡ് കോർട്ട് പോലത്തെ ഒരു സംഭവമായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് നമ്മളൊരു ട്രെയിൻ പിടിച്ചാണ് മെയിൻ റൂമിലോട്ട് നമ്മൾ പോയൊരു സമയം എന്ന് പറയുന്നത് കുറച്ച് പുറത്താണ് ഇവിടുത്തെ ഡിസംബർ തൊട്ട് ഈ ഒരു 6 days ആണ് നമ്മുടെ പ്ലാൻ. ശരിക്കും പറഞ്ഞാൽ വലിയ പ്ലാനൊന്നും ഇല്ല കേട്ടോ. ഇറ്റലി പോകണം എന്ന് മാത്രമേ നമ്മൾ ശരിക്കും പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ഭയങ്കര ഒരു ന്യൂയോർക്ക് ഫീലിംഗ് കോംപ്ലക്സ് ആണ് ആ ഒരു ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവരുടെ ഫ്ലാഗിൽ തന്നെ റോമ ടെർമിനൽ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. ആൻഡ് നമ്മളുടെ എയർബിഎൻബി എന്ന് പറയുന്നത് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു 1.5-2 കിലോമീറ്ററിൻ്റെ അടുത്തായിട്ട് വരും. 1.5 കിലോമീറ്റർ കഷ്ടിച്ച് കാണും കേട്ടോ. എന്തായാലും നമ്മൾ നടന്നു തുടങ്ങി. കാരണം രാത്രി നമുക്ക് ക്യാബൊക്കെ കിട്ടാൻ ഇനി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ചെന്ന ഉടനെ തൊട്ടടുത്തൊരു റെസ്റ്റോറൻറ്റ് കണ്ട് അവിടെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന എയർബിഎൻബി. ഇവിടെ ആയിരിക്കും ഇനി നമ്മളൊരു 6 days നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ നിന്നായിരിക്കും നമ്മൾ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ലിവിങ് റൂം കം ഡൈനിങ് ആണ്. പിന്നെ കോഫി മെഷീൻ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സൗകര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. വിത്ത് കോഫി പൗഡർ ആൻഡ് ഷുഗർ എല്ലാം. പിന്നെ ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഭയങ്കര ക്യൂട്ട് കിച്ചൺ ആയിരുന്നു. ഭയങ്കര സ്മോൾ ആൻഡ് ഈസി ടു ഹാൻഡിൽ. കുഞ്ഞ് ഓവൻ വലിയ ഓവനൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ ബാത്റൂം കം കുളിക്കുന്ന സ്ഥലം. പിന്നെ 2 ബെഡ്റൂം ഉണ്ട് കേട്ടോ ഇവിടെ. അതായിരുന്നു ഈ ഒരു എയർബിഎൻബിയുടെ ഹൈലൈറ്റ്. ഒന്നെന്ന് പറയുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെയുള്ള ഒരു മീഡിയം സൈസ് ഒരു റൂമായിരുന്നു. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു ക്യൂട്ട് ഫീലിംഗ് ആയിരുന്നു അതിൻ്റെ വാൾപേപ്പേഴ്സൊക്കെ. അതുപോലെ തന്നെ ഇപ്പുറത്തൊരു കുഞ്ഞ് ബെഡ്റൂമുണ്ട്. ഇത് കണ്ടു പറഞ്ഞ മീനാക്ഷിയുടെ റൂമാണെന്ന് പറഞ്ഞാൽ അവളുടെ സാധനങ്ങളൊക്കെ വെച്ച് കൈകടത്തി. എന്തായാലും ഇവിടുത്തെ ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു കേർട്ടൻ നമ്മളിങ്ങനെ നീക്കുമ്പോൾ അപ്പുറത്തെ റൂമിൽ നമുക്ക് ഭയങ്കരമായിട്ട് ആക്സസ് ചെയ്യാൻ എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേയിലെ കാര്യങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.